يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله. എൻ്റെ പേര് വത്സരാജൻ. ആദ്യമായി ഇങ്ങനെയൊരു സ്നേഹസംവാദം എന്ന പരിപാടി സംഘടിപ്പിച്ചതിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഒരു സംശയം, എല്ലാ വേദങ്ങളും മതഗ്രന്ഥങ്ങളും ഏകദൈവത്തെപ്പറ്റി തന്നെയാണല്ലോ പറയുന്നത്. താങ്കളുടെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ മനുഷ്യരുടെ കൈകടത്തൽ ചില ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ശരിയായിരിക്കാം. എൻ്റെ ഒരു ചെറിയ സംശയം, ഒരു പുസ്തകം വായിച്ചപ്പോൾ ധരിച്ചു വെച്ചത് ഖുർആനിലും ഇങ്ങനെയുള്ള കൈകടത്തലുകൾ വന്നിട്ടുണ്ടോ എന്ന്. അതായത് പടയോട്ട കാലത്ത് പരാജയഭീതി പൂണ്ട അബൂ ഹുറൈറ കീഴടങ്ങി ഇസ്ലാം മതം സ്വീകരിക്കുകയും മതപണ്ഡിതനും നബിയുടെ അടുത്ത അനുയായിയാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 3 നമസ്കാരമുള്ള ഖുർആനിൽ ജൂത ആചാരമായ 5 നമസ്കാരം കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു എന്നൊക്കെയാണ് വായിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഖുർആനിലും കൈകടത്തലുകൾ വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്നു. സ്നേഹസംവാദമായതുകൊണ്ട് മാത്രമാണ് ഈ ചോദ്യം. പിന്നെ ഞാനൊരു ചോദ്യം എഴുതി കൊടുത്തതാണ്. അപ്പോൾ അയാൾ വന്ന് പറയണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പുസ്തകത്തിൻ്റെത് പുസ്തകമാരുടെ ഞാൻ പറയണ്ടല്ലോ, മനസ്സിലായി കാണുമല്ലോ. സുഹൃത്ത് വത്സരാജൻ്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ അബൂ ഹുറൈറ കടത്തിക്കൂട്ടിയില്ലേ എന്നാണ്. ആരോ എഴുതി വെച്ചു, അത് വത്സരാജനെ പോലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനിടയാക്കി എന്നുള്ളതാണ് സത്യം. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ആലോചിക്കണം, അബൂ ഹുറൈറയല്ല ഇനി ഏത് ഹുറൈറയാണെങ്കിലും കയറ്റി കൂട്ടിയാൽ തീർച്ചയായും അത് മനുഷ്യനാണല്ലോ. അബൂ ഹുറൈറയാണെങ്കിലും മനുഷ്യനാണ്, മറ്റേത് സഹാബിയാണെങ്കിലും മനുഷ്യനാണ്, ആരാണെങ്കിലും മനുഷ്യരാണ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഏതൊരു സഹാബി കടത്തിക്കൂട്ടിയാലും ആ കടത്തിക്കൂട്ടിയത് ദൈവവചനമാവില്ല. അതുകൊണ്ട് തന്നെ അതിൽ അബദ്ധം ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിൻ്റെ സത്യത തെളിയിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇലെ 82-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആൻ പറയാണ്, അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാലും സട്ടാവായ തമ്പുരാനിൽ നിന്ന് അള്ളാഹുവിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ, ധാരാളം അബദ്ധങ്ങൾ കാണാമായിരുന്നു. ഖുർആൻ ദൈവികമല്ല എന്ന് സ്ഥാപിക്കാൻ ആരോടും ഖുർആൻ വെല്ലുവിളിക്കുകയാണ്. എന്താ? ഒരബദ്ധം കാണിച്ചു തന്നാൽ മതി, ഒരു വൈരുദ്ധ്യം കാണിച്ചു തന്നാൽ മതി. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യൻ തൻ്റെ നീണ്ട 23 വർഷക്കാലഘട്ടത്തിലെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാവിലൂടെ ലോകം ശ്രവിച്ച വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ആ വചനങ്ങളിൽ അബദ്ധം ഉണ്ടാകേണ്ടതാണ് നമ്മുടെ കണക്കനുസരിച്ച്, അല്ലേ? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രപഞ്ചത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ആകാശഗോളങ്ങളെക്കുറിച്ച്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, സസ്യലതാദികളെക്കുറിച്ച്, ജന്തുജീവജാലങ്ങളെക്കുറിച്ച്, വായുവിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മനുഷ്യ ശരീരത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച് എല്ലാം പരാമർശിക്കുന്ന ഒരു പുസ്തകത്തിൽ അബദ്ധങ്ങൾ ഒരുപാടുണ്ടാവേണ്ടതാണ്. എന്നാൽ അബദ്ധമില്ല എന്നത് ഖുർആന്റെ സവിശേഷതയാണ് എന്ന് നാം പറയുന്നു. തീർച്ചയായും അബൂ ഹുറൈറ കയറ്റിയിട്ടുണ്ടെങ്കിൽ അബൂ ഹുറൈറയുടെ അന്നത്തെ അറിവ് ആ ഖുർആനിൽ സ്വാധീനിച്ചിട്ടുണ്ടാകണം. ആര് കയറ്റിയാലും അതുണ്ടാവണം. അപ്പം നമുക്ക് ഇപ്പോൾ ഓതുന്ന ഏത് വചനമാണെങ്കിലും അതുകൊണ്ട് വേറിട്ട് മനസ്സിലാകും.
എന്താണ്? അതിനാ കാലത്തിൻ്റെ പരിമിതി ഉണ്ടാകുന്നർത്ഥം. പടച്ചതമ്പുരാൻ്റെ വചനത്തിന് കാലാതീതമായ അസ്തിത്വമാണുള്ളത്. ആര് കടത്തിക്കൂട്ടിയാലും അതിൽ അബദ്ധം ഉണ്ടാകും, വൈരുദ്ധ്യമുണ്ടാകും. മനുഷ്യരുടെ രചനയാണ്, കാലാകാലവും അതിന് നിലനിൽപ്പുണ്ടാവില്ല. എന്നാൽ ഇവർ കാണിച്ചു തരട്ടെ ഏത് വചനമാണുള്ളത് എന്ന്. ഇല്ല, ആർക്കും കാണിച്ചു തരാൻ സാധ്യമല്ല. ഇനി ഇതിലെ അബദ്ധം തന്നെ നോക്കുക നിങ്ങൾ. മുഹമ്മദ് നബിയോടൊപ്പം ഒരുപാട് കാലം ജീവിച്ച അബൂ ഹുറൈറ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ജീവിച്ചു, ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ജീവിച്ചു, സഹാബിമാരിൽ പലരോടും ഒപ്പം ജീവിച്ചു. അവർക്കാർക്കും മനസ്സിലായില്ല ഇയാൾ ജൂതനാണ്, ഖുർആനിൽ കയറ്റിക്കൂട്ടുന്ന ആളാണ്, ഇയാൾ ശരിയല്ല ആളെന്ന് ഇവർക്കാർക്കും മനസ്സിലായില്ല. ഈ നൂറ്റാണ്ടിൽ ഏതാനും ആളുകൾക്ക്, അതും കേരളത്തിലുള്ള ആളുകൾക്ക്, ഒരു വെളിപാട് എന്ന വണ്ണം അബൂ ഹുറൈറയെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചെന്നും അവർ അബൂ ഹുറൈറയെ കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നുമെല്ലാം വരുമ്പോൾ ആരെയാണ് തിരിച്ചറിയേണ്ടത്, ആരാണ് ചാരൻ, ആരാണ് ചാരനല്ലാത്തത് എന്ന് മനസ്സിലാക്കുവാൻ മുസ്ലിങ്ങൾക്ക് ഏതായിരുന്നാലും കഴിയും. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്, അവർ തുടർന്നു കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആനിനെയും മനസ്സിലാക്കരുതേ എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ച് നേർമാർഗത്തിലൂടെ നയിക്കുന്നു. എന്നാൽ ദൈവ നിയമങ്ങൾ അനുസരിക്കാത്തവർ പിശാചിൻ്റെ വഴികേടിലായതുകൊണ്ടാണോ അല്ല ദൈവവിശ്വാസം പൂർണ്ണമായും ഇല്ലാത്തതിനാലാണോ വഴികേടിലാകുന്നത്? പിശാച് എന്നൊരു സംവിധാനം ഉണ്ടോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം. പിശാചുണ്ടോ എന്നാണ്. ഉണ്ട് എന്നതിന് കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ. ഏതാണ് ഇപ്പോൾ നമ്മളെ ചോദ്യങ്ങൾ തന്നെ അങ്ങനെ പരിശോധിച്ചാൽ, പൈശാചിക പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിശാച് എന്നുള്ളത് ഇസ്ലാമികമായ വീക്ഷണപ്രകാരം സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് അവകാശം നൽകപ്പെട്ട, സ്വീകരിക്കാനും തിരസ്കരിക്കുവാനും മനുഷ്യന് മുൻപ് അവകാശം നൽകപ്പെട്ട അദൃശ്യ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾ, അവൻ ദൈവിക വിധിവിലക്കുകൾ പാലിക്കാതെ അവൻ അഹങ്കാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിലെത്തി, അഹങ്കാരം കൊണ്ട് പടച്ചതമ്പുരാനെ അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാതിരുന്നപ്പോൾ അവൻ പടച്ചതമ്പുരാൻ്റെ ശാപകോപ താപങ്ങൾക്ക് പാത്രമാവുകയും അവൻ മനുഷ്യരെ തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അവനാണ് പിശാചായി പറയപ്പെടുന്നത്. തിന്മയിലേക്ക് പ്രലോഭിപ്പിക്കുന്നവനാണ് പിശാച്. അതിനർത്ഥം പിശാചില്ലായിരുന്നുവെങ്കിൽ തിന്മയുണ്ടാകുമായിരുന്നില്ല എന്നല്ല, അത് മനസ്സിലാക്കണം. പിശാച് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടത് കൊണ്ട് തന്നെ തിന്മയുണ്ടാകും. മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ശരി തിരഞ്ഞെടുക്കാനും തെറ്റ് തിരഞ്ഞെടുക്കാനും. ആ ശരിയും തെറ്റും തിരഞ്ഞെടുക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് പിശാചിൻ്റെ പ്രവർത്തനം തന്നെ നടക്കുന്നത് മനുഷ്യ സമൂഹത്തിൽ. എന്താ പിശാച് ജന്തുക്കളുടെ സമൂഹത്തിലേക്ക് പോകാത്തത്? എത്ര ജീവവർഗങ്ങളുണ്ട് അല്ലേ? മനുഷ്യനേക്കാൾ ആയിരക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഈ ആയിരക്കണക്കിന് ജീവിവർഗങ്ങളിൽ ഒന്നിൻ്റെ ഇടയിലും പിശാചിൻ്റെ പ്രവർത്തനമില്ല. എന്താ കാരണം? മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കുവാൻ. ശരി തിരഞ്ഞെടുക്കാനും തെറ്റ് തിരഞ്ഞെടുക്കാനും കഴിയും. അപ്പോൾ തെറ്റ് തിരഞ്ഞെടുക്കുവാനുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ ആ തെറ്റിലേക്ക് പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ദൗത്യം, പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈശാചികമായ അസ്തിത്വം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുഭവപ്പെടുന്നതാണ്. സ്വാഭാവികമായും തിന്മകളോട് എത്ര വെറുപ്പാണെങ്കിലും, വെറുപ്പുള്ള തിന്മയാണെങ്കിലും ആ തിന്മയോട് ഒരു അഭിനിവേശം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ ഏതാൾക്കുണ്ടാകും. അയാളുടെ മനസ്സിൽ തെറ്റാണെന്ന് അറിയാം, പക്ഷേ അതൊന്ന് ചെയ്താൽ എന്താണ് എന്നുള്ള ഒരു അഭിനിവേശം ഏത് മനുഷ്യനും ഉണ്ടാകുന്നതാണത്. ആ അഭിനിവേശം സൃഷ്ടിക്കുന്നത് ആരാണോ അവനാണ് പിശാച്. പിശാചുണ്ട്, പിശാചിൻ്റെ അസ്തിത്വം വസ്തുതയാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങളും അനുഭവവും വ്യക്തമാക്കുന്നത്. എൻ്റെ പേര് പ്രേംകുമാർ. എന്നെക്കുറിച്ച് 2 വാക്ക്. ഞാൻ ഇപ്പം പറഞ്ഞ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന അമ്മമാരുടെയും മുലപ്പാൽ കുടിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ അമ്മ പ്രസവ കേസിൽ ഒരു
ആളാണ്. എൻ്റെ അമ്മയുടെ ചേച്ചി. ഇപ്പം ആ കൂട്ടത്തിൽ അമ്മ അടുത്ത ഒരുപാട് ആൾക്കാർ ഈ സമൂഹത്തിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ 70-ലാണ് ജനിച്ചത്, ഈ തൃക്കരിപ്പൂരിലാണ് വളർന്നത്. അപ്പോൾ എൻ്റെ സിരകളിൽ ഒഴുകുന്നത് പല അമ്മമാരുടെയും മുലപ്പാലിൻ്റെ ആ ഒരു മണമാണ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിലേക്ക് കടക്കുകയെന്ന്, അപ്പം ഇത്രയും വിപുലമായ ഒരു മതസൗഹാർദ്ദ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർ എന്തുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട മതസൗഹാർദ്ദവാദികളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിൽ ആരൊക്കെയാണവർ? എന്തുകൊണ്ട് അവർ വന്നില്ല? എങ്കിൽ ഈ സംവാദ പരിപാടി ആനുകാലിക മതരാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒത്തിരി നിലവാരം പുലർത്തുമായിരുന്നില്ലേ? മറുപടി പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇന്നിൻ്റെ മുഖം തികച്ചും ജീർണിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ധനം, പിടിപാട് ഇവയുണ്ടെങ്കിൽ എന്തുമാകാമെന്നൊരവസ്ഥ സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം, പാശ്ചാത്യ അനുകരണം, സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി കാണൽ, ഈ വിഷയങ്ങളെക്കുറിച്ച് മതത്തിൻ്റെ ചട്ടക്കൂടിൽ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ സമൂഹത്തിന് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വിലപ്പെട്ട ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സുഹൃത്തിൻ്റെ ചോദ്യം ഒന്നാമത്തത്, എന്തുകൊണ്ട് ഈ വേദിയിൽ മറ്റു മത പണ്ഡിതന്മാരെ പങ്കെടുപ്പിച്ചില്ല എന്ന്. തീർച്ചയായും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ബാനറിൽ 2 തരം പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഒന്ന്, ഇത്തരം പ്രഭാഷണം നടത്തിയതിന് ശേഷം ചോദ്യം ചെയ്യാൻ സദസ്സിന് അവസരം നൽകുന്ന പരിപാടി. ഇത്തരം പരിപാടികളാണ് വളരെ വിരളമായി നടക്കുന്നത്. കാരണം മതം എന്ന് പറഞ്ഞാൽ ആത്മീയ നേതാക്കന്മാരിങ്ങനെ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ നമ്മളും ചോദ്യം ചെയ്യാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു വീക്ഷണമാണ് പൊതുവെ നിലനിൽക്കുന്നത്. അതല്ല, മതം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് ചോദിക്കട്ടെ, മറുപടി പറയട്ടെ, അത് നമ്മൾ ഉൾക്കൊള്ളട്ടെ, ഉൾക്കൊള്ളാതിരിക്കട്ടെ, എന്തായിരുന്നാലും മതത്തിലെ ഏത് വിഷയമാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടുകയും അത് വിശദീകരിക്കപ്പെടുകയും വേണം എന്നുള്ളൊരു സംസ്കാരം, അതൊരു ഒരു 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 വേറെ സംസ്കാരമാണ്. മതപരമായ ജഡത്വത്തിൽ നിന്ന് ഈ ആളുകളെ മതപരമായ സംവാദത്തിൻ്റെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരിക. മറ്റൊന്ന്, നമ്മൾ മതപണ്ഡിതന്മാരുമായുള്ള സംവാദ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കേവല മതസൗഹാർദ്ദ പരിപാടികൾ എന്നുള്ളതിനപ്പുറത്ത്, മതസൗഹാർദ്ദ പരിപാടി എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടാവാറ് എന്താ വെച്ചാൽ എല്ലാ മതം ശരിയാണ്, എല്ലാം ഒരേ സമുദ്രത്തിലേക്ക് നീങ്ങുന്ന പുഴകളാണ് എന്ന് പറഞ്ഞ് നല്ല സുന്ദരമായ വർത്തമാനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. ഈ പരിപാടി പങ്കെടുത്ത ആൾക്കാരെന്നെ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ പരസ്പരം ഒന്ന് അടിക്കും ചെയ്യും. ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത വാചാടോപങ്ങളാണ്. മറിച്ച് അതിനപ്പുറത്തുണ്ടാവേണ്ടത് എന്താണ് മതം പഠിപ്പിക്കുന്നത്, എന്ത് ഹിന്ദുമതം പഠിപ്പിക്കുന്നു, ആ ഹിന്ദുമതം പഠിപ്പിക്കുന്ന കാര്യത്തിൽ എന്താണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, തിരിച്ചും അങ്ങനെ തന്നെ എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നതിൽ എന്താ അഭിപ്രായ വ്യത്യാസമുണ്ട് ഹിന്ദുമതത്തിന്. ഇങ്ങനെ ഓരോ വിഷയത്തിലുള്ള സംവാദ പരിപാടികൾ അത് വളരെ നല്ല അന്തരീക്ഷത്തിൽ, സൗഹൃദ അന്തരീക്ഷത്തിൽ, സ്നേഹത്തോടു കൂടി പരസ്പരം വിമർശിച്ചുകൊണ്ട് തന്നെ, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് തന്നെയുള്ള വിമർശനത്തിൻ്റെ രീതി ഉപയോഗിച്ചിട്ട് പരസ്പരം ആരെയുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്താതെ എന്നാൽ ആശയങ്ങളെ വിമർശിച്ചുകൊണ്ട് തന്നെ ഉള്ള സംവാദങ്ങൾ നടക്കാറുണ്ട്. അത്തരം സംവാദങ്ങളുടെ കാസറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെയുള്ള സംഘാടകർ തീരുമാനിച്ച ഇത്തരം പരിപാടി സംഘടിപ്പിക്കാനാണ് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മറ്റു പരിപാടികളും സംഘടിപ്പിക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ എന്ന് മാത്രം സൂചിപ്പിക്കും. മറ്റൊരു പ്രശ്നം, വളർന്ന് വികസിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകൾ, അതിനെതിരെ എന്ത് നിർദ്ദേശമാണ് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതപരമായ, രാഷ്ട്രീയമായ, സാമൂഹ്യമായ എല്ലാ വ്യത്യാസങ്ങളും നിലനിൽക്കെ തന്നെ കേരളീയ മനസ്സ് എന്നുള്ള നിലക്ക് നമ്മൾ അറിയേണ്ട ഭീഷണമായ നമ്മുടെ ഒരു പോക്കുണ്ട്. കേരളം ഒരു ഉപഭോഗ സംസ്ഥാനമാണ് എന്ന് നമുക്കറിയാം. ആ ഉപഭോഗ സംസ്ഥാനമായ കേരളം ഇന്ന് സെക്സ് ടൂറിസത്തിൻ്റെ സ്വർഗഭൂമിയാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ദാർശനിക പ്രവർത്തനങ്ങൾ ബോധപൂർവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് മാനവികതയുടെയും അതിന് വിമോചനത്തിൻ്റെയും എല്ലാം മുഖം കൊടുത്തുകൊണ്ട് വിഗ്രഹവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാപകമായി. നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ നടത്തിയൊരു സർവേയിൽ വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കലാലയങ്ങളിൽ പഠിക്കുന്ന ഏത് മതവിശ്വാസിയുമാണെങ്കിലും
75% ആൺകുട്ടികളും പെൺകുട്ടികളും എന്ന അവസ്ഥയിലാണ് ഇന്ന് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത പുസ്തകം ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥയാണ്. ആ പുസ്തകമാകട്ടെ പ്രഖ്യാപിക്കുന്നത് ഭാര്യയേക്കാൾ അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീ അഭിസാരികയാണ് എന്നും അത് മാന്യതയുടെ തൊഴിലാണ് എന്നുമുള്ള പ്രഖ്യാപനമാണ്. അതിനെ വിമോചനത്തിൻ്റെ മൂടുപടമിടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് സാംസ്കാരിക ബുദ്ധിജീവികൾ. ഇതേപോലെ തന്നെ കേരളം ഒരു ഉപഭോഗ സംസ്ഥാനം എന്നുള്ള നിലക്ക് ഉപഭോഗ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ മൊത്തത്തിൽ ഉള്ളൊരു സാംസ്കാരിക പ്രതിരോധം തീർക്കാൻ ആർക്ക് കഴിയുമെന്നുള്ളത് കേരളീയ സമൂഹം മൊത്തത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ നമ്മൾ ഒന്നിച്ച് ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി തന്നെ അതിന് പ്രതിരോധമാണ്. സകല ചൂഷണങ്ങളുടെയും പ്രതിരോധമാണ് മതം, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇസ്ലാമിനോട് ചൂഷകന്മാർക്ക് ഇത്ര വിരോധം. എന്തുകൊണ്ട് സാമ്രാജ്യത്വം ഇസ്ലാമിനെ ഏറെ വെറുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, സാമ്രാജ്യത്വം അവരുടെ കച്ചവടമായി കാണുന്ന കാര്യങ്ങളോട് മുഴുവനും, അഥവാ മാർക്കറ്റിനെ സ്നിഗ്ധമാക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന എല്ലാ മീഡിയങ്ങളോടും ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെ മാർക്കറ്റിനെ സ്നിഗ്ധാക്കുക? ഒന്ന് ലോട്ടറി വഴി, മറ്റൊന്ന് പലിശ വഴി, മറ്റൊന്ന് ലഹരി വഴി, മറ്റൊന്ന് പെണ്ണിൻ്റെ സൗന്ദര്യം വഴി, മറ്റുള്ള പെണ്ണിനെ തന്നെ വിറ്റുകൊണ്ട്. ഇതിനെയെല്ലാം ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കുന്നു. അറിയാലോ, ലോകസുന്ദരി പട്ടത്തിലേക്ക് ഇന്ത്യയിലെ പെണ്ണുങ്ങൾ പോകുന്നത് എന്തിന് എന്ന ചോദ്യത്തിന് ലോകത്തെ കൃത്യമായി വസ്തുനിഷ്ഠമായി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവൻ്റെ ഉത്തരം, ലോകത്തെ കച്ചവട കണ്ണ് ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇന്ത്യയിൽ മുമ്പൊന്നും സുന്ദരിമാരുണ്ടായില്ലേ? 5 കൊല്ലത്തിനുള്ളിലാണ് സുന്ദരിമാരിലുണ്ടായത്. എന്തുകൊണ്ട് സുഷ്മിത സെന്നും അതേപോലെയുള്ള അഖില ലോക സുന്ദരിയും അഖില പ്രപഞ്ച സുന്ദരിയുമെല്ലാം ഇന്ത്യയിലുണ്ടായി വരുന്നു? ഇന്ത്യയിലെ പെണ്ണുങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട്. ഇതാ നിങ്ങൾക്കുമാകാം ഇങ്ങനെ. അതിനെന്ത് വേണം? അതിന് ഐശ്വര്യറായി കുളിക്കുന്ന സോപ്പ് ഏതാണെന്ന് നിങ്ങൾ നോക്കണം. അവൾ തേക്കുന്ന ക്രീം ഏതാണ് എന്ന് നിങ്ങൾ പഠിക്കണം. അവൾ ഉടുക്കുന്ന വസ്ത്രം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള മിത്തുകളായി തീരുകയാണ് ഇവരെല്ലാം വിഗ്രഹവൽക്കരിക്കുന്ന ആ ഒരു തലത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യം, ഞാൻ അങ്ങോട്ട് പോകണില്ല, വളരെ വിശദമായി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ആലോചിക്കുക, ഇസ്ലാമിൻ്റെ വസ്ത്രം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. മാത്രമല്ല, ആ വസ്ത്രം ഇപ്പം അടുത്ത് ഒന്നും കൂടി ചർച്ച ചെയ്തു. എന്താ, ഒരു കളിയുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടത്, ആ വസ്ത്രം അടിമത്വത്തിൻ്റെ അധമത്വത്തിൻ്റെ എല്ലാം ചിഹ്നമായി അവതരിപ്പിക്കുന്നവരോട് ഉയർന്നു നിന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് നാം പറയും, അത് വിമോചനത്തിൻ്റെ, പ്രതിരോധത്തിൻ്റെ വസ്ത്രമാണ് എന്ന്. നമുക്ക് സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ പറ്റും. ഉപഭോഗ തൃഷ്ണയെക്കുറിച്ച്, ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ച് നീണ്ട സെമിനാറുകൾ നടത്താൻ പറ്റും. പക്ഷേ ഈ വസ്ത്രമിടുന്ന പെണ്ണ് അവൾ സ്വയം പ്രതിനിധീകരിക്കുകയാണ്. എന്താ? ഈ ഉപഭോഗ സംസ്കാരത്തിൻ്റെ സകലവിധ ചപലതകളോടും ഞാനിതാ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന പ്രഖ്യാപനം. ഈ കുപ്പായിട്ട പെണ്ണിനോട് പിന്നെ ഫെയർ ആൻഡ് ലവ്ലിയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ലക്സ് തേച്ചിട്ട് നിനക്ക് ഐശ്വര്യ റായിയെ പറ്റി ആകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഈ കുപ്പായമെല്ലാം ഇട്ട് പിന്നെ ഐശ്വര്യ റായിനെ പോലെ ആയിട്ട് ഈ ഐശ്വര്യ റായിയുടെ പ്രത്യേകത എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമുണ്ടല്ലോ. എന്താണ്? യുവാക്കളിൽ ഹരം കൊള്ളിക്കുക. ആ ഹരം കൊള്ളിക്കുന്ന സംസ്കാരത്തെ വിഗ്രഹവൽക്കരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം ഓരോ രംഗത്തും കൃത്യമായ നിയമം പറയുന്നുണ്ട്. ലഹരി നിങ്ങൾ ആലോചിക്കുക. ലഹരി ഇന്ന് സോഷ്യൽ ഡ്രിങ്ക് എന്നുള്ളതൊരു തെറ്റേ അല്ല. ആ ഒരു തലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സമൂഹത്തിൽ ഒരു ഡ്രങ്ക് അഡിക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു തകരാറാണ്. എന്നാൽ ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ക്രൈം, ഇറ്റ്സ് നോട്ട് എ ബാഡ് തിങ്.
എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നമ്മുടെ സംസ്കാരം. ഇസ്ലാം പറഞ്ഞു ഇല്ല, ലഹരി ഉണ്ടാക്കുന്ന വസ്തു ഒരു തുള്ളിയാണെങ്കിലും പാടില്ല. സൗന്ദര്യം ഇല്ല, പാടില്ല, പ്രകടിപ്പിച്ചുകൂടാ. നിനക്ക് അർഹമായ ആളുടെ മുന്നിൽ മാത്രം പ്രകടിപ്പിക്കാനുള്ളതാണ് നിന്റെ സൗന്ദര്യം. പലിശ ഇല്ല, പാടില്ല, പലിശ വാങ്ങാനോ കൊടുക്കാനോ അതിന് കൂട്ടുനിൽക്കാനോ പാടില്ല. ലോട്ടറി ഇല്ല, എത്ര പണമുണ്ടാക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ അംശം നിന്റെ സമ്പാദ്യത്തിലേക്ക് കടന്നു വന്നുകൂടാ. ഇവിടെ ചൂഷണത്തിൻ്റെ സകല മുഖങ്ങളെയും അടക്കുകയാണ്. എന്തിൻ്റെ പേരിൽ? അവിടെയാണ് ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രമല്ല, മറിച്ച് സൃഷ്ടാവായ തമ്പുരാനിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്നും എനിക്കറിയാം, ഈ കേരളത്തിലുള്ള നൂറുകണക്കിന് സഹോദരങ്ങൾ തങ്ങൾ ബാങ്കിൽ നിക്ഷേപിക്കുവാൻ നിർബന്ധിതമാക്കപ്പെട്ടിട്ടും ആ ബാങ്കിലെ നിക്ഷേപിക്കുന്ന സമയത്ത് പോലും അതിന് പലിശ ഞങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് വരരുത്, അത് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചൂടെ, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങളെ ഈ കേരളത്തിൽ തന്നെ സൃഷ്ടിക്കാൻ ഇസ്ലാമിൻ്റെ പ്രതിരോധ സങ്കല്പത്തിന് കഴിയുന്നു. ചെറിയ കാര്യമാണോ? നിങ്ങൾക്കറിയാലോ ലഹരിയോടും മറ്റ് സൗന്ദര്യ പ്രകടനത്തോടുമെല്ലാമുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം കൃത്യമായ പ്രതിരോധമാണ്. പക്ഷേ ഇസ്ലാം ആദർശത്തിലധിഷ്ഠിതമായ, വിശ്വാസത്തിലധിഷ്ഠിതമായ പ്രതിരോധമാണ് മുന്നോട്ട് വെക്കുന്നത്. അതേ ഇസ്ലാമിന് കഴിയൂ. ഇസ്ലാമിക ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ആശയ സംഹിതയായതുകൊണ്ട് അതിനപ്പുറത്തേക്ക് പൊതുവായൊരു തിന്മ എന്നുള്ള നിലക്ക് ഈ തരത്തിലുള്ള തിന്മകൾക്കെതിരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കേണ്ട സമയമാണിപ്പോൾ. നമ്മുടെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്നവരടക്കം സെക്സ് ടൂറിസത്തിന് അനുകൂലമായ ദാർശനിക ഭൂമികയുണ്ടാക്കുവാൻ ലേഖനമെഴുതുകയും കോളങ്ങൾ എഴുതുകയും അതിന് വിമോചനത്തിൻ്റെ മുഖം നൽകുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓരോരുത്തർക്കും, ഈ പ്രദേശത്തുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണം. ഈ തിന്മകൾക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടാൻ കഴിയണം. അതിന് നമുക്ക് കഴിയണം. അതിന് ഉള്ള പ്രചോദനമുണ്ടാകണം, അതിനുള്ള കൂട്ടായ്മയുണ്ടാകണം എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പൊതുവായി പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. സുഹൃത്തിന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകനെക്കുറിച്ച് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ സൂചനയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വചനങ്ങൾ ഒന്ന് ഉദ്ധരിക്കാമോ? മുഹമ്മദ് നബിയെക്കുറിച്ച് മറ്റു മതഗ്രന്ഥങ്ങളിൽ സൂചനയുണ്ടോ എന്നാണ് ചോദ്യം. വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. മതഗ്രന്ഥങ്ങളുടെ സൂചന എന്ന് പറയുമ്പോൾ കേവലം സൂചന പറഞ്ഞു പോയാൽ പോരാ, മറിച്ച് അത് വിശദീകരിക്കേണ്ടി വരും. പ്രവചനങ്ങൾ വിശദീകരണക്ഷമമാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ആ വിഷയത്തിൽ തന്നെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ അന്തിമാചാര്യൻ എന്ന പേരിൽ നിച്ച് ഓഫ് ട്രൂത്ത് തന്നെ പുറത്തിറക്കിയ പുസ്തകമുണ്ട്. അതിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അഥർവവേദത്തിൽ തന്നെ കുന്തപ സൂക്തത്തിൽ 20-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നരാശംസനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. നരാശംസ എന്ന് തന്നെ പറഞ്ഞാൽ തന്നെ മനുഷ്യരാൽ ആശംസിക്കപ്പെടുന്നവൻ എന്നർത്ഥമുണ്ട്. അതിന് നേർക്കുനേരെ മുഹമ്മദ് എന്ന് അർത്ഥം പറയാവുന്നതാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെയും അദ്ദേഹം മണലാരണ്യത്തിലാണ് പ്രത്യക്ഷപ്പെടുക എന്നും മറ്റുമുള്ള പരാമർശങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രവചനമാണ് എന്ന് അഭിപ്രായപ്പെട്ട സംസ്കൃത പണ്ഡിതന്മാരുണ്ട്. എച്ച് വിദ്യാർത്ഥി എന്ന പേരിൽ അദ്ദേഹം മുഹമ്മദ് ഇൻ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് എന്നൊരു പുസ്തകം തന്നെ രചിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഗവേഷണാത്മകമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭവിഷ്യൽ പുരാണം, ആ ഭവിഷ്യൽ പുരാണം ഭാവിയെക്കുറിച്ചുള്ള പുരാണമാണ്. അതിലെ പ്രതിസർഗ പർവ്വത്തിലെ ഒരു വചനമുണ്ട്. ഒരുപാട് വചനങ്ങളുണ്ട്. അതിൽ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് യദസ്മിന്നന്തരം മ്ലേച്ഛ ആചാര്യണ സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖ സമന്വിതം. ആ സമയത്ത് മുഹമ്മദ് മഹാമതി എന്നൊരാചാര്യൻ പ്രത്യക്ഷപ്പെടും ശിഷ്യഗണങ്ങളോടൊപ്പം എന്ന് പറയുന്ന രംഗം പറയുന്നുണ്ട്. അത് ഭവിഷ്യൽ പുരാണത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതിന് പല ഹിന്ദുമത പണ്ഡിതന്മാരും പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകാറുള്ളത്. ഏതായിരുന്നാലും ഈ എച്ച് വിദ്യാർത്ഥി അതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് കൃത്യമായി സ്ഥാപിക്കുന്നുണ്ട്. അതിന് ശേഷം വരുന്ന കാര്യങ്ങളും അതിനുപോൽബലകമായി അദ്ദേഹം പറയുന്നുണ്ട്. ലിംഗച്ഛേദി ശിഖാഹീന ശ്മശ്രുധാരി സദുഷക തുടങ്ങിയ ഭാഗങ്ങൾ, അഥവാ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ലിംഗം ഛേദിക്കുമെന്നും കുടുംബ വെക്കില്ല എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് തന്നെയാണ് എന്നതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
വൈഷ്ണവ മതപ്രകാരം ദശാവതാരങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അതിൽ അവസാനം വരാനിരിക്കുന്ന അവതാരം എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൽക്കി അവതാരമാണ്. കൽക്കി അവതാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും അവസാനം വരാനിരിക്കുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നുപോയ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പല പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. കൽക്കിയുടെ പിതാവിൻ്റെ പേര് ദൈവദാസൻ എന്നായിരിക്കുമെന്നും അതേപോലെ തന്നെ മാതാവിൻ്റെ പേര് വിശ്വസ്ത എന്നായിരിക്കുമെന്നും എല്ലാം കൽക്കി പുരാണത്തിലും വിഷ്ണു പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുള്ള, ആമിന തുടങ്ങിയ നാമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നും പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളല്ലാതെ ക്രൈസ്തവ മതഗ്രന്ഥങ്ങളിൽ ആവർത്തന പുസ്തകത്തിലെ 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിൽ മോശയെപ്പോലെയുള്ളൊരു പ്രവാചകനെ ഇസ്രായേലിയരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഉയർത്തി അവർക്ക് വേണ്ടി നൽകുമെന്ന് ഉള്ള ദൈവത്തിൻ്റെ വചനം കാണാൻ കഴിയും. മോശയെപ്പോലുള്ളൊരു പ്രവാചകൻ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്, അഥവാ ഇസ്രായേലിയരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന്, ഇസ്രായേലിയരുടെ സഹോദരന്മാർ ഇഷ്മായിലിയരാണ്. ആ ഇഷ്മായിലിയർ എന്നാൽ അറബികളാണ്. അറബികൾക്കിടയിൽ നിന്ന് കടന്നു വന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ളതാണ് ആ പ്രവചനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിലെ 29-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ ചെങ്കോലും രാജദണ്ഡുമെല്ലാം ഇസ്രായേലിയരുടെ കയ്യിൽ നിന്ന് തെറിപ്പിച്ച് കളയുന്ന, അഥവാ പ്രവാചകത്വത്തെയും അധികാരത്തെയും ഇസ്രായേലിയരുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന അവകാശിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അത് ഇസ്രായേലിയരിൽ നിന്ന് ആ പ്രവാചകത്വത്തിൻ്റെ അവകാശം നീങ്ങിപ്പോയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടു കൂടിയാണ് എന്നുള്ളതാണ് സത്യം. അതേപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ വരാനിരിക്കുന്ന പ്രവാചകൻ വരുമ്പോൾ കേദാറിൻ്റെ നഗരങ്ങളും നെബയോത്തിൻ്റെ ആണാടുകളുമെല്ലാം പ്രസാദജനകമായി നിൻ്റെ അടുക്കൽ വന്നുകൂടുമെന്നും കേദാറിൻ്റെ നഗരങ്ങൾ സന്തോഷിക്കുമെന്നുമെല്ലാമുണ്ട്. കേദാർ എന്ന് പറഞ്ഞാൽ ഇസ്മയേലിൻ്റെ മകൻ്റെ പേരാണ് കേദാറും നബയോത്തും, അഥവാ അബ്രഹാമിൻ്റെ മകനായ ഇസ്മയേലിൻ്റെ മക്കളുടെ പേരാണ് കേദാറും നബയോത്തും. കേദാരികളും നബയോത്തികളും എന്ന് പറഞ്ഞാൽ അറബികളാണ് എന്നർത്ഥം. ആ അറബികൾ സന്തോഷിച്ച പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ യേശുക്രിസ്തു പറയുന്നതായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങൾക്കടുക്കിലേക്ക് വരില്ല, അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, അവൻ നീതിയെയും ന്യായവിധിയെയും പാപത്തെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും, അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്നെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഇനിയും ഒരാൾ വരാനുണ്ട് എന്നും ലോകത്തിന് മുഴുവനും സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു മഹാപ്രവാചകൻ്റെ നിയോഗമുണ്ടാകും എന്നുമാണ് അദ്ദേഹം മുൻകൂട്ടി തന്നെ പ്രവചിച്ചത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മുൻപ് ഉള്ള പ്രവാചകന്മാരിൽ പലരും പ്രവചിച്ച പല പ്രവചനങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ആ രംഗത്ത് ഗവേഷണങ്ങൾ നടത്തിയ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗവേഷണ പ്രബന്ധങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടുതൽ പഠനത്തിന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പുസ്തകങ്ങളെ സമീപിക്കാവുന്നതാണ്. വളരെ വിശദമായി ഓരോ വചനങ്ങളും എടുത്ത് ആ വചനങ്ങളുടെ ഓരോന്നിൻ്റെയും അർത്ഥവും വ്യാപ്തിയും അതിലെ റൂട്ടുമെല്ലാം പരിശോധിച്ചുകൊണ്ട് സംസാരിക്കണം. അതിന് വളരെ പരിമിതമാണല്ലോ നമ്മുടെ അവസരം, അതുകൊണ്ട് സാധ്യമല്ല. അസ്സലാമു അലൈക്കും. മരണാന്തര ജീവിതം ഒരു സത്യമാണോ? ഉണ്ടെന്നാണ് അവകാശവാദമെങ്കിൽ ഏതൊക്കെ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ ആണ് പറഞ്ഞിട്ടുള്ളത്? ഇത് മനുഷ്യനെ ഭയപ്പെടുത്താൻ പറയുന്നതല്ലേ? ഇതൊരു ഹൈന്ദവ സുഹൃത്തിനു വേണ്ടിയുള്ള ചോദ്യമാണ്. മരണാനന്തര ജീവിതം സത്യമാണോ എന്നാണ് ചോദ്യം. വളരെ വിശദമായി മരണാനന്തര ജീവിതത്തിൻ്റെ സത്യതയെക്കുറിച്ച് വിഷയാവതരണത്തിൽ തന്നെ ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം മരണാനന്തര ജീവിതം സത്യമോ മിഥ്യയോ എന്ന വിഷയത്തിൽ 29-ാം തീയതി കാസർഗോഡ് വെച്ച് ഒരു വിശദമായ പരിപാടി അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മരണാനന്തര ജീവിതം അത് വ്യത്യസ്ത മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. കഠോപനിഷത്തിൽ പറഞ്ഞ കാര്യം, ബൈബിളിൽ പറഞ്ഞ കാര്യമെല്ലാം ഇവിടെ വിഷയാവതരണത്തിൽ ഉദ്ധരിക്കുകയുണ്ടായി വളരെ വിശദമായി. അത് മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയവും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അത് കേവലമായ അന്വേഷണങ്ങൾക്കപ്പുറത്ത്
കൃത്യമായ പഠനങ്ങളിലൂടെ, കൃത്യമായ യുക്തിപരമായ പഠനങ്ങളിലൂടെ നമുക്ക് പരിശോധിച്ചാൽ മരണാനന്തര ജീവിതത്തിൻ്റെ സത്യത നമുക്ക് ബോധ്യപ്പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പലപ്പോഴും പറയാറുള്ളത് പോലെ മരണാനന്തര ജീവിതം എന്നുള്ളത് ഒരു അനുഭവമായി തീരണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഖുർആൻ്റെ സത്യതയെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നാലും നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ്. ആ മരണാനന്തര ജീവിതത്തെ, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കൂടിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് അതാണ്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ മരിക്കും എന്നുള്ളതൊരു പച്ചയായ സത്യമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉണ്ട് എന്നും ഇല്ല എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഉണ്ട് എന്ന അഭിപ്രായം ശരിയാണോ? ഇല്ല എന്നത് അഭിപ്രായം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ ഉണ്ട് എന്ന അഭിപ്രായം ശരിയാണെങ്കിൽ നമ്മളെല്ലാവരും മരണാനന്തര ജീവിതത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. മരണാനന്തര ജീവിതം ഒരു വസ്തുതയാണെങ്കിൽ ആ വസ്തുത നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്ന സമയത്ത് നമുക്ക് അതിൽ രക്ഷ ലഭിക്കുവാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ലഭിച്ചിട്ടുള്ള അവസരം നാം ഉപയോഗപ്പെടുത്താതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാം മരണാനന്തര ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും പ്രധാനമായി നാം ചിന്തിക്കേണ്ട കാര്യം. ഇവിടെ കൂടിയിട്ടുള്ള മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വ്യത്യാസമില്ലാതെ, ഭൗതികവാദികളെന്നോ അല്ലെങ്കിൽ മതവിശ്വാസികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സഹോദരങ്ങളോടും വളരെ പ്രധാനമായി അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അതാണ്. സഹോദരങ്ങളെ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതം അത് അല്ലാതെ പരിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ, ഭൗതികമായി അന്വേഷിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും സത്യസന്ധമാണ് എന്ന് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് പഠനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങളുടെ സത്യത എന്താണ്? അത് വസ്തുതയാണോ? അതിന് പിന്നിൽ യാഥാർത്ഥ്യമുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥം എന്നുള്ള നിലക്ക് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂമിയിൽ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം എന്നുള്ള നിലക്ക് അതിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ള വസ്തുത നിങ്ങളുടെ മുന്നിൽ തുറന്നു വെക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഉണ്ട് എങ്കിൽ അഥവാ ഖുർആൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്തായിരിക്കും അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അവിടുത്തെ രക്ഷയെക്കുറിച്ച് ആലോചിക്കാതെ ജീവിച്ചാൽ നമ്മുടെ അവസ്ഥ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചതിന് ശേഷം ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ആ പഠനം കൊണ്ട് ഒരു നഷ്ടവും വരാനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പഠനത്തിന് വിധേയമാക്കുക എന്നാണ്. അത് പഠനത്തിന് വിധേയമാക്കിയാൽ ഒരനുഭവവേദ്യമായ യാഥാർത്ഥ്യം എന്നുള്ള രൂപത്തിൽ തന്നെ മരണാനന്തര ജീവിതം സത്യമാണ് എന്നുള്ള വസ്തുത നമുക്ക് ബോധ്യപ്പെടും, യാതൊരു സംശയവും വേണ്ട. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം പഠിക്കുക. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം, മനുഷ്യരുടെ കരവിരുതുകളിൽ നിന്ന് മുക്തമായ ഗ്രന്ഥം, അബദ്ധങ്ങളുണ്ടോ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്ന ഗ്രന്ഥം, ഒരധ്യായമെങ്കിലും കൊണ്ടുവരാൻ മനുഷ്യരോട് കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആന് സമാനമായ ഒരധ്യായമെങ്കിലും കൊണ്ടുവരുവാനുള്ള വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത ഒരേ ഒരു ഗ്രന്ഥം. ആ പരിശുദ്ധ ഖുർആനാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുക, പഠനത്തിന് വിധേയമാക്കുക. എന്നിട്ട് നമുക്ക് അത് ശരിയല്ല എന്ന് തോന്നിയാൽ ഒഴിവാക്കാവുന്നതാണ്. എന്നാൽ അത് പഠനത്തിന് വിധേയമാക്കാതെ, പഠിക്കാതെ,
പരിശോധിക്കാതെ, നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കാതെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ, ഖുർആൻ പറഞ്ഞതുപോലെ മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമായി തീരുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് നാം ആലോചിക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ പഠിക്കുക. ഇത് മരണാനന്തര ജീവിതമുണ്ട് എന്നത് ഖുർആനികമായ പഠനത്തിൽ നിന്ന് 100% സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക്, ഒരു കൂട്ടം എന്നുള്ള നിലക്കാണ് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പ്രവർത്തകർ നിങ്ങളോട് മൊത്തത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി വിവരങ്ങൾ പറയുന്ന പരിശുദ്ധ ഖുർആനിനെ, അതിൻ്റെ പ്രായോഗിക ജീവിത ദർശനമായ പ്രവാചകൻ്റെ ജീവിതചര്യയെ നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം, കൊള്ളാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറയാൻ കാരണം, സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മതപരമായ സംവേദനത്തിനും മതപരമായ പരസ്പരം അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും അങ്ങനെ തെറ്റിദ്ധാരണകൾ അകറ്റുന്നതിനും അങ്ങനെ ഹൃദയങ്ങളുടെ വികാസത്തിനും അതോടൊപ്പം തന്നെ വർഗീയതയും വിഭാഗീയതയും സങ്കുചിതത്വവും ഒന്നുമില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കുമെല്ലാം ഇത്തരം പരിപാടികൾ അനിവാര്യമാണ് എന്നതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, മരണത്തിന് ശേഷം ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും പടച്ച തമ്പുരാൻ്റെ, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് ജീവശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് ഭക്ഷണ പാനീയങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, നമുക്ക് നിസ്തുലമായൊരു ശരീരം നൽകിയ, നമുക്ക് ആന്തരിക ബാഹ്യാവയവങ്ങൾ നൽകിയ സട്ടാവായ തമ്പുരാൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും. അവിടെ വെച്ച് പടച്ച തമ്പുരാൻ നമ്മളോട് ഓരോരുത്തരോടും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടാകും. സഹോദരങ്ങളെ, ഇതാ പടച്ചവൻ സാക്ഷിയാണ്, നിങ്ങൾ ഓരോരുത്തരും സാക്ഷികളാണ്. മരണാനന്തര ജീവിതമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച അറിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അറിവ് ഇതാ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങൾക്ക് പഠിക്കാം, മനസ്സിലാക്കാം, അറിയാം, നിഷേധിക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ താല്പര്യമാണ്. പടച്ച തമ്പുരാൻ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലക്ക് തന്നെ ഈ സന്ദേശം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ, ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാം നാം മനസ്സിലാക്കിയ ഒരു പച്ചയായ സത്യമുണ്ട്. ഇസ്ലാമിനെക്കുറിച്ച്, ഇസ്ലാമിക ആദർശങ്ങളെക്കുറിച്ച്, ഇസ്ലാമിക പ്രമാണത്തെക്കുറിച്ച് എല്ലാമുള്ള ഒരുപാട് ധാരണപ്പിശകുകൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ്. ആ ധാരണപ്പിശകുകൾ ഉണ്ടാകുന്നതിന് ഒരു പരിധിവരെ കാരണം ഇസ്ലാം വിരുദ്ധ മീഡിയയാണ്, മറ്റൊരു പരിധിവരെ കാരണം മുസ്ലിം സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്, മറ്റൊരു കാരണം നാം നമ്മുടെ ദൗത്യം നിർവഹിക്കാതിരിക്കുന്നതാണ്. അഥവാ എന്താണ് ഇസ്ലാം എന്ന് പച്ചയായി, സത്യസന്ധമായി, നിഷ്കപടമായി സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയുള്ളവർ ആ ബാധ്യത നിർവഹിക്കാത്തതാണ്. ആ ബാധ്യത നിർവഹിക്കുവാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാവുക. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത് അതാണ്. ആ ബാധ്യതാ നിർവഹണത്തിന് വേണ്ടിയുള്ള ഒരു കൊച്ചു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന കൂട്ടായ്മ. ഈ കൂട്ടായ്മയുമായി നിങ്ങൾ സഹകരിക്കുക. ഇവിടെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് പ്രവർത്തന നിരതമാണ്. എവിടെ ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഔട്ട്ലെറ്റിനെ സമീപിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇസ്ലാമിക പ്രബോധന രംഗത്ത്, ഈ ആദർശ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രംഗത്ത്, ഈ സത്യസന്ദേശത്തെ ജനങ്ങളുമായി പങ്കുവെക്കുന്ന രംഗത്ത് ഇതുമായി സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഞങ്ങളുടെ ഈ കൊച്ചു സംരംഭവുമായി സഹകരിക്കുക. ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടിയുള്ള ഒരു ആനുകാലികമാണ് സ്നേഹസംവാദം മാസിക. 2 വർഷത്തേക്ക് വരിക്കാരാകുന്ന ആളുകൾക്ക് പ്രത്യേകമായി ഒരു പരിശുദ്ധ ഖുർആന്റെ പരിഭാഷ സൗജന്യമായി നൽകുന്ന പദ്ധതിയുണ്ട്. ഞങ്ങളുടെ ഇവിടെയുള്ള കേന്ദ്രത്തിൽ, നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ കേന്ദ്രത്തിൽ നിങ്ങൾക്കത് സൗകര്യം ഉപയോഗപ്പെടുത്താനാകും. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ആനുകാലികമാണ് സ്നേഹസംവാദം മാസിക. അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, പഠിക്കുക, മനസ്സിലാക്കുക. ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക, പ്രാർത്ഥിക്കുക. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളിവിടെ കൂടിയിരുന്നത് പോലെ നാളെ നിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ കൂടിയിരിക്കാൻ, സന്തോഷിക്കുവാൻ പ്രവാചകന്മാരോടും ശുഹദാക്കളോടും സാലിഹീങ്ങളോടുമൊപ്പം ആ സ്വർഗ്ഗലോകത്തിൽ നിന്റെ കാരുണ്യത്തിന് പാത്രീഭൂതമായി നിലനിൽക്കുവാൻ സർവ്വലോകരക്ഷിതാവായ തമ്പുരാനെ, പരമകാരുണികനായ തമ്പുരാനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. സർവ്വലോകരക്ഷിതാവായ ഗഫൂറുർ റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ
പാപങ്ങളെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ നാഥ, ആ പാപങ്ങളെ ഓരോന്നിടത്ത് നീ ശിക്ഷിക്കുകയാണെങ്കിൽ നിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിലെത്തിച്ചേരാൻ ഞങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ, ഞങ്ങളുടെ തെറ്റുകളെ, ഞങ്ങളുടെ തിന്മകളെ പോലും നന്മകളാക്കി തീർത്ത്, ഞങ്ങൾക്കതെല്ലാം പുറത്തു തന്ന് അവയെപ്പോലും നന്മകളാക്കി തീർത്ത് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി ജീവിച്ച് അവസാനം നിൻ്റെ അനുഗ്രഹങ്ങളുടെ ഭവനമായ സ്വർഗ്ഗലോകത്തിൽ എത്തിച്ചേരുവാൻ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റബ്ബേ. ഈ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ രംഗത്ത് ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും സകലവിധ ശത്രുതകളിൽ നിന്നും സർവേശ്വരനായ തമ്പുരാനെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ, ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ, ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക, ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്, ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി, പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി, പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം,